ഹായ് ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ഇൻഡോർ പ്ലാന്റിൻ്റെ കളക്ഷൻ. നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒത്തിരി ചെടികളൊക്കെ ഉണ്ട്. ദുബായിൽ നിന്ന് മേടിച്ച നഴ്സറിയിൽ നിന്ന് മേടിച്ച ഒത്തിരി ചെടികളുണ്ട്. നമ്മൾ ലീഫൊക്കെ മുളപ്പിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കളക്ഷനൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ ഇൻഡോർ പ്ലാന്റിൻ്റെ. ഈ ചെടിയുടെ പേര് ആർക്കെങ്കിലും അറിയാവോ? നമ്മൾ 15 ദിവസമൊക്കെ കൂടുമ്പോഴാണ് വളം ചെയ്യുന്നത്. എല്ലാ ദിവസവും നനയ്ക്കും, ലീഫെല്ലാം തുടച്ച് ക്ലീൻ ആക്കും. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെയാണോ ചെയ്യാറ്? നിങ്ങൾക്ക് പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമാണോ? എനിക്ക് അഗ്ലോണിമയുടെ ഒരുപാട് വെറൈറ്റീസ് കളക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങൾ സെയിൽ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് പറയണേ. ഇത് പോത്തീസിൻ്റെ 2-3 വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. പോത്തീസ് നമ്മൾ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ 2-3 വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. നിങ്ങൾ എങ്ങനെയാണ് വളം ചെയ്യുന്നതൊക്കെ? ഈ പ്ലാന്റ് ഇൻഡോർ ആണോ ഔട്ട്ഡോർ ആണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് റിബൺ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. അതിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല. നിങ്ങൾക്കറിയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇത് CC പ്ലാന്റ് ആണ്. CC പ്ലാന്റ് അധികം നനവൊന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണ്. പക്ഷെ നന്നായി വളം ചെയ്ത് കൊടുക്കണം. 15 ദിവസം കൂടുമ്പോൾ വളമൊക്കെ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ പുതിയ പ്ലാന്റ് അതിൽ നിന്ന് വരത്തുള്ളൂ. അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്ന ചെടി മണ്ണിലല്ല, വെള്ളത്തിലാണ് വെക്കുന്നത്. ഇതിൻ്റെ പേര് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.